ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറി ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് സാധാ ബീഫ് കറി ഉണ്ടാക്കുന്ന മാതിരിയല്ല ഇത് ഞങ്ങൾ ഇതിൽ കുമ്പളങ്ങ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുമ്പളങ്ങ ഉണ്ടാക്കുന്ന ബീഫ് കറി നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി സാധനം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ കുമ്പളം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് തക്കാളി വേണം, പച്ചമുളകും വേണം. ഇനി നല്ലോണം കഴുകിയിട്ട് നമുക്ക് അതിലേക്ക് ഇടാൻ വെക്കാം. അപ്പം ഉമ്മമ്മ ഇതൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. ഇനി ഇതൊക്കെ അരിഞ്ഞിടണം. അപ്പോൾ നമ്മൾ ഉമ്മമ്മ അരിയാണ്. അത് മുളക് 2 പീസാക്കണം. എല്ലാം ഇങ്ങനെ നല്ലോണം അരിയാണ് കേട്ടോ. ഇഞ്ചി, കുമ്പളമൊക്കെ അരിഞ്ഞിടണം. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ആയിഷാസ് ഓവൻ എന്ന് പറഞ്ഞ ഈ ചാനലും ഞങ്ങളുടെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് അതിലിങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ബീഫൊക്കെ കഴുകുകയാണ്. അപ്പോൾ കഴുകിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കുമ്പളങ്ങും പച്ചമുളകും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയ പൊടികൾ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മറ്റേ കരിവേപ്പിൻ്റെ ഇല, ഉലുവ, കരിവേപ്പിൻ്റെ ഇല വേണം. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മസാലപ്പൊടികളും നമ്മൾ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം, ഉപ്പ്, കുരുമുളക് പൊടി. അപ്പോൾ ഇതിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചുകൂടി ഒഴിച്ചിട്ട് കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ ഗ്യാസിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 or 6 വിസിൽ വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം. ഈ കറി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കുമ്പളങ്ങ ഇട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ. കുമ്പളങ്ങക്ക് നിങ്ങളൊക്കെ എന്താ പറയാമെന്ന് അറിയില്ല. നമ്മളിവിടെ കുമ്പളങ്ങ എന്നാണ് പറയാറ്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതേമാതിരി ഒരു 5 വിസിലൂടി അടിച്ചാൽ നമുക്ക് കുക്കർ ഓഫാക്കാം. എന്നിട്ട് ഇതിൽ ഒന്ന് തൂമിച്ചെടുക്കുക. അതായത് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഇതൊക്കെ ഒന്ന് പാർന്ന് തൂമിച്ചെടുക്കുക. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇങ്ങനെ. അപ്പോൾ നിങ്ങളും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇവിടെ അമ്മ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.